ഡി രാജയെ മൂന്നാമതും CPI-യുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ദേശീയ കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി ആദിൽ പാലോട് ചണ്ഡീഗഡിൽ നിന്ന് നൽകുന്നത്. കൗൺസിലിൽ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു. നേരത്തെ വനിതാ നേതാവ് വരുമോ പുതിയ ജനറൽ സെക്രട്ടറിയായി എന്നൊക്കെയുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ ഡി രാജയെ മൂന്നാമതും ജനറൽ സെക്രട്ടറിയാക്കി ധാരണയായിരിക്കുന്നു. ഇപ്പോഴിതാ അതിന് കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നു അല്ലേ ആദിൽ? ഉറപ്പായും അംഗീകാരം നൽകിയിരിക്കുന്നു. ഡി രാജയ്ക്ക് ഒരു മൂന്നാം ഊഴം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ നീണ്ട ചർച്ചകൾ, തർക്കങ്ങൾ, പ്രായപരിധി സംബന്ധിച്ച നിർബന്ധങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ പാർട്ടി കോൺഗ്രസിൽ. വളരെ ആകാംക്ഷയും ഉണ്ടായിരുന്നത് ആരാകും അടുത്ത ജനറൽ സെക്രട്ടറി. ഡി രാജയ്ക്ക് ഇളവ് നൽകുമോ എന്നുള്ളതായിരുന്നു. 75 വയസ്സ് പൂർത്തിയാക്കിയ 76-കാരനായ ഡി രാജയ്ക്ക് ഒരു അവസരം കൂടി നൽകാൻ ഒടുവിൽ കേരള ഘടകമടക്കം കേരള, തെലങ്കാന, ആന്ധ്ര സംസ്ഥാന ഘടകങ്ങളാണ് രാജയ്ക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഒരാൾക്ക് വേണ്ടിയും ഭരണഘടന മാറ്റേണ്ടതില്ല എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു കേരള ഘടകത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 3.5 മണിക്കൂർ നീണ്ട എക്സിക്യൂട്ടീവ് യോഗത്തിലെ ചർച്ചകളിലാണ് രാജ വികാരഭരിതനായി സംസാരിക്കുന്നതും പിന്നീട് കേരള ഘടകമടക്കം വഴങ്ങുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് ദേശീയ കൗൺസിലിന്റെ ലിസ്റ്റ് കൂടി വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായി 2 പേർ, അത് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരാൾ പുറത്തേക്ക് പോകുന്നത് ഇ ചന്ദ്രശേഖരനാണ്. മുൻ റവന്യൂ മന്ത്രി ആയിരുന്ന ഇ ചന്ദ്രശേഖരൻ പുറത്തേക്ക് പോകുന്നു. കാനം രാജേന്ദ്രന്റെ ഒഴിവ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഒഴിവുകളിലേക്ക് മറ്റു 2 പേർ വരുന്നു എന്നുള്ളതാണ്. ആകെ കേരളത്തിൽ നിന്നാകെ 16 കൗൺസിൽ അംഗങ്ങൾ ഈ രൂപത്തിൽ വരും.